my friend, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖങ്ങളിൽ ഞാൻ കാണും നിന്റെ my friend. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ ഒന്നായി ചേർന്നിരിക്കാൻ ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാം. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണ്. ഇന്നത്തെ വ്ളോഗ് നമ്മളിതാ ഒരു വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു ചായയും അടിപൊളി ഓറഞ്ച് കേക്കൊക്കെ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിൽ ഒരു സ്പെഷ്യൽ ഗെറ്റ് ടുഗദറും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. അപ്പോൾ ഇതാ ഓറഞ്ച് കേക്ക് റെഡിയാക്കുകയാണ്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കേക്ക്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാനൊന്ന് ഓറഞ്ച് ജ്യൂസ് എടുക്കുകയാണ്. നമുക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഓറഞ്ചൊക്കെ കട്ട് ചെയ്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഓറഞ്ച് ജ്യൂസ് അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ അഗാരോൻ്റെ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. ബീറ്റർ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ മിക്സിയിലോ അല്ലെങ്കിൽ വിസ്കൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുത്തത്. ആ വൈറ്റ് പോർഷൻ പീൽ ചെയ്യാതെ നോക്കണം. ജസ്റ്റ് ആ ഒരു ഓറഞ്ച് പാർട്ട് മാത്രം കേട്ടോ. വൈറ്റ് പോർഷൻ പെടുകയാണെങ്കിൽ ചെറിയൊരു കയ്പ്പ് വരും. ഇതിപ്പോൾ ഞാൻ പീൽ ചെയ്ത് വെച്ചതാണ്. 1 ടീസ്പൂണാണ് കേട്ടോ ഉള്ളത്. ഇത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 1/4 കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ബീറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ചേർക്കുക. ഇനി ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഭയങ്കരമായിട്ട് ഓവർ മിക്സിങ് വേണ്ട കേട്ടോ. നെക്സ്റ്റ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഓറഞ്ച് റെഡാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. കറക്റ്റ് ഓറഞ്ചിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഓറഞ്ച് റെഡ് കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ ബേക്കിംഗ് ട്രേ ഒന്ന് റെഡിയാക്കുകയാണ്. നമ്മൾ ഓവനിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് പാനിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ബാറ്റർ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് അത്യാവശ്യം വലിയൊരു ട്രേ ആണ് കേട്ടോ. നമുക്ക് ഇതിലും ചെറിയ ട്രേ എടുക്കുകയാണെങ്കിൽ നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള കേക്ക് കിട്ടും. പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇതാ ട്രേ വെച്ച് കൊടുക്കുകയാണ്. ഇത് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം. അപ്പോൾ ഇതാ കേക്ക് അവിടെ ബേക്ക് ആവട്ടെ. അപ്പോഴേക്കും നമ്മൾ ചായ റെഡിയാക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരു ചായ അഡിക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടാ.
നല്ലൊരു ചായ കിട്ടിയില്ലെങ്കിൽ ആ ദിവസം തന്നെ കൊള്ളാവുന്നവരുണ്ടാവും. കുറേ പേരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സബാറ്റ മാജിക് ടീ ആണ് റെഡിയാക്കാനായിട്ട് പോണത്. ഇതിൽ കുറേ അധികം ഫ്ലേവേഴ്സ് ഉണ്ട്, 25ഓളം ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ചോക്ലേറ്റ് ടീ, ഇറാനി ടീ, പിന്നെ സാഫ്രൺ ടീ, അങ്ങനെ കുറേ ഉണ്ട് ഫ്ലേവേഴ്സ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് റെഡിയാക്കി നോക്കാം. യാതൊരുവിധ മായവും ചേർക്കാത്ത 100% നാച്ചുറൽ ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ടീ പൗഡറാണിത്. റെസ്റ്റോറൻറ്റ്, കഫേ, തട്ടുകട അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഹോട്ടൽ ബ്ലെൻഡ് ടീയും പിന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഹോം ബ്ലെൻഡ് ടീയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ അടുത്തായിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കൽ തുടങ്ങിയത്. പണ്ട് അതായത് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലും കോളേജിൽ പഠിക്കുമ്പോഴൊന്നും ചായ വല്ലാതെ കുടിക്കലില്ലായിരുന്നു. പിന്നെ എനിക്കിഷ്ടമില്ലായിരുന്നു ചായ. ഇപ്പോൾ അടുത്തായിട്ട് ചായ കുടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ എന്നെ കളിയാക്കുന്നു, അത് കുറച്ച് ഏജ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി തുടങ്ങിക്കോളും ചായ കുടിയൊക്കെ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ചായ ലവറാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്, എല്ലാ ഫ്ലേവേഴ്സും അതേ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരു ദിവസം തന്നെ കുറേ പ്രാവശ്യം ചായ കുടിക്കുന്നതാണ് അല്ലേ? രാവിലെ എണീറ്റ പാട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക്, പിന്നെ ഉച്ചക്കും ഒക്കെ ചായ കുടിക്കുന്നതാണ്. എൻ്റെ പപ്പ അങ്ങനെയാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം എത്ര ചായ കുടിക്കും എന്നുള്ളത് കമൻറ്റ് ചെയ്യ്. ആർക്കെങ്കിലും സബാറ്റ മാജിക് ടീ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്കും റെഡിയായി. ഈ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1/2 കപ്പാണ് കേട്ടോ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടിയൊക്കെ ഓറഞ്ച് ഫ്ലേവർ ആവാമെന്ന് കെൻസോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓറഞ്ച് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഓറഞ്ച് കേക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര ഓറഞ്ച് ഫാൻസാണ് കേട്ടോ, കുട്ടികളും എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേശ ചെറിയ ആളും ഒക്കെ ഈ ഒരു കേക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കും. പിന്നെ നിങ്ങൾ ചെറിയ പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ, ചെറിയ ട്രേയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തിക്നെസ് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു സ്ഥലം വരെ പോവുകയാണ്, കടലുണ്ടിയിലേക്ക്. കടലുണ്ടിയിലുള്ള തരംഗ് റിസോർട്ടിലേക്കാണ് പോണത്. നാളെ അതായത് നെക്സ്റ്റ് ഡേ നമ്മളെ ഒരു ബാച്ച് ഗെറ്റ് ടുഗദർ നടക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ തലേ ദിവസം വന്നതാണ് കേട്ടോ. ഞങ്ങൾ അൻസാർ ബാച്ച് മേറ്റ്സ് ആണ് എല്ലാവരും കൂടി കൂടാൻ പോണത്. ഞാൻ +2 വരെ പെരുമ്പിലാവ് അൻസാറിലായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളെ ബാച്ച് ഗെറ്റ് ടുഗദർ നടക്കുന്നത് കേട്ടോ. അൻസാർ അലുമിനി ഒക്കെ 2 കൊല്ലം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അത് വലിയ ഫംഗ്ഷനായിരുന്നു, എല്ലാവരും കൂടിയിട്ടുള്ള വലിയ ഫംഗ്ഷനായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബാച്ച് മേറ്റ്സ് ഒരുമിച്ച് ഇങ്ങനെ നാട്ടിൽ കൂടുന്നത്. ദുബായിലൊക്കെ ഇവർ ഇടയ്ക്ക് കൂടാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കാണുകയാണ് കേട്ടോ. നല്ല അടിപൊളി ലൊക്കേഷനിലാണിത്, കായലിൻ്റെ തീരത്താണ് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി ഫ്രണ്ട്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരേ പോസ്റ്റിൽ ഫോട്ടോ അവിടെ നിൽക്കുക, അങ്ങോട്ട് നോക്കുക, കൈ വെച്ചിട്ട് ഫോട്ടോ ഫോട്ടോ
നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് പാക്കിങ്ങും പിന്നെ ട്രഷർ ഹണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ പ്ലാൻസ് റെഡിയാക്കലും അങ്ങനെ എല്ലാം കൂടിയിട്ടാണ്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. ബാക്കി എല്ലാവരും ഇന്നിവിടെ സ്റ്റേ ആണ്. നമ്മളെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഇങ്ങോട്ടേക്ക്. നെക്സ്റ്റ് ഡേ ഇതാ നമ്മൾ രാവിലെ തന്നെ പോവാണ്. എൻ്റെ കൂടെ ഫ്രണ്ടും കൂടി ഉണ്ട്, സഫ്രീന. നമ്മളെത്തിയപ്പോൾ ഇതാ ഇവിടെ കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ ദൂരെ നിന്ന് വരികയാണ് കേട്ടോ. തിരുവനന്തപുരത്തു നിന്നും പിന്നെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും എറണാകുളത്തു നിന്നൊക്കെ എത്തിയിട്ടുണ്ട്. തലേ ദിവസം ഇവിടെ നിന്നവരൊക്കെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ്. നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു ഹാളിലാണ് എല്ലാവരും കൂടി സീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇരിക്കുന്നത്. നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ക്ലൂ ഉണ്ട്. 6 ക്ലൂ എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. 6 ക്ലൂ ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്ലൂ ഇവിടെ. ഇപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മളെ ഫസ്റ്റ് ഗെയിം ട്രഷർ ഹണ്ട് നടക്കും. സമാധാനായില്ലേ ഗ്രൂപ്പ് ഫോട്ടോ? ആ കാറിന്റെ അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് ക്ലൂ ഇല്ല. ട്രഷർ ഹണ്ട് ഗോയിങ് ഓൺ. വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ. ഇത്രയും പണിയെടുക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്നാ മതിയായിരുന്നു. ആ ബുദ്ധി ഉണ്ടെന്ന് നോക്കിയാ മഴ ഇല്ലാത്ത ടൈം കണ്ടപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ട്രഷർ ഹണ്ട് ചെയ്തതാണ്. എല്ലാവരും ഒരുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഗതി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫണ്ണായിരുന്നു. ഓരോ ക്ലൂവും അടിപൊളിയായിരുന്നു. പാട്ട് വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റൊക്കെ തുടങ്ങിയത്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പാട്ടായിരുന്നു ക്ലൂ.
ബുദ്ധിയുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാട്ടാരാണ് പോയത് എന്താ കാരണം ചിന്തിച്ച് കാടുകളിൽ പാടി വരും തെന്നലേ കിട്ടിയാ വായിച്ച മധുരം പകരാൻ ഇപ്പോൾ ഇതാ ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട്. നല്ല കുറ്റിച്ചിറ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. റീൽസ് എടുക്കാനായിട്ട് ഞങ്ങൾ മഴ മാറാൻ വേണ്ടി കുറേ ടൈം കാത്തുനിന്നിട്ടാ, പക്ഷേ മഴ മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ മഴയത്തിറങ്ങി റീൽസ് എടുക്കുകയാണ്.
സ്വന്തമാക്കാൻ. Oh my friend, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖങ്ങളിൽ ഞാൻ കാണും നിന്റെ. Oh my friend, നിൻ കാതുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാൻ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാൻ, സ്വർഗങ്ങളെ സ്വന്തമാക്കാൻ. Oh my friend, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖങ്ങളിൽ ഞാൻ കാണും നിന്റെ. Oh my friend, നിൻ കാതുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം. അങ്ങനെ ഇതാ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ തന്നെ തിരിച്ചു പോവുകയാണ്. എല്ലാവരും ഒരുപോലെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സാണ് കേട്ടോ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.